രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നുണ്ട്. 4 ദിവസമാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതിയുടെ പരിപാടി എന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയൊക്കെയാണ് രാഷ്ട്രപതിയുടെ പരിപാടികളെല്ലാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? സ്വപ്ന 4 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനായാണ് ഈ രാഷ്ട്രപതി ദ്രൌപദി മുർമു തലസ്ഥാനത്തേക്ക് എത്തുന്നത്. ശബരിമല സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഈ കേരള സന്ദർശനത്തിന്റെ ഭാഗമായുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരം 6:20 രാഷ്ട്രപതി വിമാനത്താവളത്തിലെത്തും, തിരുവനന്തപുരത്തെത്തും. അവിടെ വെച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിക്കും. ഇന്ന് രാജ്ഭവനിലായിരിക്കും രാഷ്ട്രപതി തങ്ങുക. വൈകുന്നേരം ഈ ഗവർണർ സംഘടിപ്പിക്കുന്ന അത്താഴ വിരുന്നിലും രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഉച്ചയോടെയായിരിക്കും രാഷ്ട്രപതി ശബരിമല സന്ദർശനം നടത്തുക. അതിനുശേഷം തൊട്ടടുത്ത ദിവസം, അതായത് 23-ാം തീയതി മുൻ രാഷ്ട്രപതിയായിരുന്ന KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. രാജ്ഭവനിൽ വച്ച് നടക്കുന്ന ചടങ്ങിലാണ് ഇത്തരത്തിൽ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത്. അതിലും പങ്കെടുത്ത 24-ാം തീയതി വൈകുന്നേരമായിരിക്കും രാഷ്ട്രപതി മടങ്ങുക. സ്വപ്ന ദേവികയാണ് വിവരങ്ങൾ നൽകിയത് രാഷ്ട്രപതിയുടെ തിരുവനന്തപുരത്തെ പരിപാടികളുടെ. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൻ ദേവൻ കൂടി ചേരുകയാണ്. കണ്ണൻ, ശബരിമലയിൽ സന്നിധാനത്ത് പമ്പയിലൊക്കെ നാളെയാണ് രാഷ്ട്രപതി എത്തുക. തുടർന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്നിപ്പോൾ ട്രയൽ റൺ നടക്കും. വലിയ രീതിയിലുള്ള ഭക്തരുടെ നിയന്ത്രണമടക്കം ശബരിമലയിലും സന്നിധാനത്തും പമ്പയിലുമൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായും സുപ്ര, ശബരിമല സന്ദർശനം കണക്കിലെടുത്ത് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നാളെയാണ് ശബരിമലയിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുക. നാളെ രാവിലെ 9:35 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇവിടെ നിലയ്ക്കലിൽ സജ്ജീകരിച്ചിട്ടുള്ള ഹെലിപ്പാഡിൽ ഇറങ്ങുക. 10:20 നിലയ്ക്കൽ നിന്ന് റോഡ് മാർഗമാണ് പമ്പയിലേക്ക് പോകുന്നത്. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും കെട്ട് നിറച്ച് മല കയറുക. പ്രത്യേക ഗൂർഖ ജീപ്പിലാണ് ഈ രാഷ്ട്രപതി മല കയറുക. സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ് ഈ ഗൂർഖ വാഹനം പോകുന്നത്. ഗവർണറും ഭാര്യയും പിന്നെ VN വാസവനും ഒപ്പം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതാണ്ട് 12 മണിയോടെയായിരിക്കും സന്നിധാനത്ത് രാഷ്ട്രപതി എത്തുന്നത്. ഇവിടെ ഉച്ചപൂജ കണ്ടു തൊഴുത ശേഷം സന്നിധാനം ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കും. ശേഷം ഉച്ചഭക്ഷണത്തിന് ശേഷം 3 മണിയോടെയായിരിക്കും പമ്പയിലേക്ക് തിരിച്ച് മലയിറങ്ങുന്നത്. ഇതിനുള്ള ട്രയൽ റൺ അടക്കം നടക്കുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സന്നിധാനത്ത് നിന്നുൾപ്പെടെ അനധികൃതമായി താമസിക്കുന്ന എല്ലാവരെയും മലയിറക്കുന്ന ഒരു രീതിയൊക്കെ സുരക്ഷയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ബറ്റാലിയൻ AIG അരുൾ B കൃഷ്ണയാണ് സന്നിധാനത്തെ സുരക്ഷയുടെ ചുമതല നോക്കുന്നത്. അതുപോലെ ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാൽ ആണ് പമ്പയിലെ ഈ സുരക്ഷയുടെ ചുമതലകളിലൊക്കെ നോക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ പമ്പ ശബരിമല പാതയിലെല്ലാം ഈ വൃക്ഷങ്ങൾ മുറിച്ച് റോഡിലേക്ക് നിൽക്കുന്ന വൃക്ഷങ്ങൾ അടക്കം മുറിച്ചു മാറ്റുന്ന പരിപാടികളൊക്കെ നടന്നു. സ്വാമി അയ്യപ്പൻ റോഡിൽ ബാരിക്കേഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ദ്രുതകർമ്മ സേനയുടെയും ഡോഗ് സ്ക്വാഡിന്റെയും പിന്നെ സ്നേക് റെസ്ക്യൂ ടീമിന്റെയും ഒക്കെ പ്രത്യേക ടീമുകൾ ഈ കണ്ണൻ, രാഷ്ട്രപതിയോടൊപ്പം ഈ ഗവർണറും ഭാര്യയും കൂടി ഉണ്ടായേക്കുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. അതെ, തീർച്ചയായും ഗവർണറും ഭാര്യയും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ മല കയറുന്ന സമയം ഗൂർഖ ജീപ്പിലായിരിക്കും കയറുക. അത്തരത്തിൽ ആ സമയത്ത് ഗവർണറും ഭാര്യയുമാണ് ഈ രാഷ്ട്രപതിയോടൊപ്പം ഉണ്ടാവുക. അതിനായുള്ള ട്രയൽ റൺ അടക്കം നടക്കുന്നുണ്ട്. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വനത്തിൽ ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വനത്തിലും ഉൾവനത്തിലും അതുപോലെ പാതയിലും അടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ തീർത്ഥാടകർക്കും അതുപോലെ നിയന്ത്രണം നാളെ ഏർപ്പെടുത്തും. പ്രത്യേകം അവിടെ അനധികൃതമായി ഒന്നും നിൽക്കാനോ അതുപോലെ തങ്ങാനോ യാതൊരു വിധത്തിലും അനുവദിക്കില്ല. കണ്ണനാണ് വിശദമായ റിപ്പോർട്ടുകളുമായി ഒപ്പം ചേർന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനം നടത്താനായി എത്തുന്നു. 4 ദിവസം അവർ സംസ്ഥാനത്ത് നിൽക്കും. വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം ഇന്നടക്കം തിരുവനന്തപുരത്ത് ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ.